ബെൽജിയം എന്ന യൂറോപ്യൻ രാഷ്ട്രത്തിൻ്റെ രണ്ടാമത്തെ രാജാവാണ് ലിയോപോൾഡ് രണ്ടാമൻ എന്നറിഞ്ഞിരുന്ന ആള്. ലിയോപോൾഡ് രണ്ടാമൻ കൊളോണിയൽ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനും നിഷ്ഠൂരനുമായിട്ടുള്ള ഒരു ഭരണ മേധാവിയായിരുന്നു. ഇദ്ദേഹം മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ അനുമതിയോടുകൂടി ആഫ്രിക്കയിൽ സ്വന്തമായിട്ട് ഒരു പ്രൈവറ്റ് രാജ്യം, ഒരു സ്വകാര്യ രാജ്യം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. കോങ്കോ ഫ്രീ സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രദേശം ഇന്നറിയപ്പെടുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നാണ്. അത് ലിയോപോൾഡ് രണ്ടാമന്റെ സ്വകാര്യ സ്വത്തായിരുന്നു. അവിടെ നിന്ന് പ്രകൃതി വിഭവങ്ങളും മറ്റും സംഭരിച്ച് വലിയ കോടീശ്വരനായ വ്യക്തിയാണ് ലിയോപോൾഡ് രണ്ടാമൻ. ആദ്യം ചെമ്പ്, കൊബാൾട്ട് മുതലായ ധാതുക്കളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു. പിന്നീട് അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിന്റെ വില ഉയർന്നപ്പോൾ, അതിന്റെ ആവശ്യവും ഉയർന്നപ്പോൾ നാച്ചുറൽ റബ്ബർ ഈ കോങ്കോ ഫ്രീ സ്റ്റേറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം കോടികൾ സമ്പാദിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഖനനം ചെയ്യുന്ന മൈൻസിലും റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതും എല്ലാം ഒരു തരത്തില് ഉള്ള അടിമ തൊഴിലാളികളെ വെച്ചുകൊണ്ടായിരുന്നു. റബ്ബറിന് ഇദ്ദേഹം കോട്ട നിശ്ചയിക്കുകയുണ്ടായിട്ടുണ്ട്. ഓരോ പ്രദേശത്തെയും ഓരോ ഗ്രാമത്തിലെയും ആൾക്കാർ ഇത്രയും റബ്ബർ ഉൽപ്പാദിപ്പിക്കണമെന്നുള്ള വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അത് ലംഘിക്കുന്നവരുടെ കൈപ്പത്തികൾ വെട്ടിമാറ്റുക ഒരു സാധാരണ പണിഷ്മെന്റായിട്ട്, ഈ കോങ്കോയിലെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റായിട്ട് ആണ് അദ്ദേഹം മുന്നോട്ട് ഈ നടപടികൾ കൊണ്ടുപോയിരുന്നത്. അത്തരത്തിൽ പലരെയും കൊന്നുകളയുക, അവർ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുക, മ്യൂട്ടിലേറ്റ് ചെയ്യുക, വലിയ ക്രൂരമായിട്ടുള്ള രീതിയിൽ ചാട്ടവാറ് കൊണ്ട് അടിച്ച് അവരെ അദ്ദേഹത്തിന് വിധേയരായിട്ട് നിർത്തുക എന്നുള്ള ഒരു വലിയ ക്രൂര ഭരണകൂടമായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്വകാര്യ സ്വത്തായ കോങ്കോ ഫ്രീ സ്റ്റേറ്റിൽ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ കൂലിത്തൊഴിലാളിയായ ഒരാള്, ഒരു യൂറോപ്യൻകാരൻ, അവിടെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു അദ്ദേഹത്തിന്റെ മാനേജർ സ്ഥാപിച്ച ഒരു ഔട്ട് പോസ്റ്റാണ് ലിയോപോൾഡ് വില്ലി എന്ന സ്ഥലം. ഈ ഔട്ട് പോസ്റ്റ് ഈ അടിമ തൊഴിലാളികളെയൊക്കെ സ്വരൂപിച്ച് അവരെ പല ഖനന മേഖലയിലേക്കും പറഞ്ഞു വിടുന്ന ഒരു ഫോക്കൽ പോയിന്റ് ആയിരുന്നു. അതിനുള്ള ഒരു സ്റ്റേഷനായിട്ടാണ് ലിയോപോൾഡ് വില്ലി സ്ഥാപിക്കപ്പെടുന്നത്. 1920 അപ്പോഴേക്കും ഈ വലിയ ക്രൂരതകൾ, ലിയോപോൾഡ് രണ്ടാമന്റെ വലിയ ക്രൂരതകൾ കണ്ടിട്ട് അതിനെതിരെ യൂറോപ്പിൽ നിന്ന് പോലും വലിയ പ്രതിഷേധം ഉയർന്ന് ഈ പ്രദേശത്തെ ബെൽജിയം കോങ്കോ ആക്കി മാറ്റി ബെൽജിയം ഭരണകൂടത്തിന്റെ കീഴിലാക്കുകയാണ്. ലിയോപോൾഡ് വില്ലി ആ ഒരു പ്രദേശത്തിന്റെ തലസ്ഥാനമായിട്ട് മാറുകയും അവിടെ വലിയ ഒരു ജനസംഖ്യ കൂടി വരികയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള വലിയ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ മാത്രമല്ല ആഫ്രിക്കയിലെ തന്നെ വലിയൊരു നഗരമായിട്ട് ലിയോപോൾഡ് വില്ലി മാറുകയും ചെയ്യുന്നു. 1920 അവിടെ നടക്കുന്ന ഒരു പ്രതിഭാസം ലോകത്തെ എല്ലാവരെയും സ്പർശിക്കുന്ന ഒന്നായിരുന്നു. നമുക്കിന്നറിയാം, ഈ അടുത്ത കാലത്ത് പോലും ഒരു ആശുപത്രിയിൽ നിന്നൊരു നോട്ടീസ് ഉണ്ടായി. അവിടെ ചികിത്സിക്കപ്പെട്ടിരുന്ന രോഗികൾക്ക് HIV എയ്ഡ്സ് ബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ഇൻഫെക്ഷൻ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാത്തത് കൊണ്ട് അത് പലരിലെയും ഉപകരണങ്ങൾ മൂലമോ രക്തത്തിലൂടെയോ പലരിലും ചേർന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് പോലും ഒരു നോട്ടീസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പലപ്പോഴും സ്ഥിരമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. HIV എയ്ഡ്സ് മനുഷ്യരാശിയെ ബാധിച്ച മഹാരോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതൊന്നാണ്. ഇന്നുവരെ 85 മില്യൺ ആൾക്കാർക്ക് ഈ രോഗബാധ വന്നുപെട്ടിട്ടുണ്ട് എന്ന് കരുതപ്പെടുന്നു. അതായത്
8.5 കോടിയോളം ജനങ്ങൾക്ക്. ഏതാണ്ട് 40 മില്യൺ ആൾക്കാർ എയ്ഡ്സ് കാരണം മരണപ്പെടുകയുണ്ടായിട്ടുണ്ട് ഇതുവരെ. ഇന്നും ഈ വർഷത്തിലും ഒരു വർഷം ഏതാണ്ട് 1.3 മില്യൺ ആൾക്കാർക്ക് പുതുതായിട്ട് ഈ രോഗം ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 10 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ വർഷം. ഈ ഒരു തോത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഉയർന്ന ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് 25 ലക്ഷത്തോളം ആൾക്കാർക്ക് 2.5 മില്യൺ വരെ ഓരോ വർഷവും എയ്ഡ്സ് ബാധിതരായിട്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു തോത് ഇന്നിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ഓരോ വർഷവും ഏതാണ്ട് 6 ലക്ഷത്തോളം ആൾക്കാർ ഈ എയ്ഡ്സിന് വിധേയരായിട്ട് മരണപ്പെടുന്നുമുണ്ട് ഇന്ന്. അതിന്റെ ഒരു തോത് കുറയുന്നുണ്ടെങ്കിലും വലിയൊരു സംഖ്യ എയ്ഡ്സ് മൂലം മരിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയൊരു മഹാരോഗം ലിയോപോൾഡ് വില്ലിയിലെ നിഷ്ഠൂരമായിട്ടുള്ള കൊളോണിയൽ സമ്പ്രദായവുമായിട്ട് വളരെ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വസ്തുത, ഒരു ആശയം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടങ്ങളിൽ ഏതാണ്ട് 1884-നും 1916-നും ഇടയ്ക്ക് കാമറൂണിലെ കാടുകളിൽ എവിടെയോ ആണ് ചിമ്പൻസിയിൽ നിന്ന് ഈ രോഗബാധ, HIV രോഗബാധ മനുഷ്യരിലേക്ക് പകർന്നു വരുന്നത്. സീമിയൻ ഇമ്മ്യൂണോ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഗണത്തിൽപ്പെട്ട ഈ വൈറസ് ചില വാനര വർഗങ്ങളെയും ചിമ്പൻസികളെയും ഒക്കെ ബാധിച്ചിരുന്നു. അവരിൽ വേറെ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അവരൊരു കാരിയേഴ്സ് ആയിട്ട് ഈ വൈറസുമായിട്ട് ജീവിക്കുമായിരുന്നു. കൊളോണിയൽ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെ വന്ന കടുത്ത ജീവിത പ്രതിസന്ധിയുടെ ഭാഗമായിട്ടായിരിക്കാം കാമറൂണിലെ പല ഗോത്രവർഗങ്ങളും ഈ വാനര വർഗങ്ങളെ ഭക്ഷണ വസ്തുവായിട്ട് രൂപപ്പെടുത്തുന്നു, ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ചിമ്പൻസികൾ ഉൾപ്പെടെയുള്ളവരുടെ മാംസം ഭക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ല. അപൂർവമായിട്ട് ഗോത്രവർഗങ്ങളിൽ നിന്നിരുന്ന ഒരു വസ്തുത കൊളോണിയൽ കാലഘട്ടത്തിലെ ഭക്ഷ്യ ലഭ്യതയിൽ വന്നിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ മൂലം സാധാരണ ജനങ്ങൾ കൂടുതൽ ഇത്തരം മങ്കി ഏപ്പുകളുടെ ഭക്ഷണം, മാംസം ഭക്ഷിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അതായിരിക്കാം ഇത്തരം രോഗങ്ങൾ, ഇത്തരം വൈറസ് ഈ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് ശാസ്ത്രജ്ഞർ ഇന്ന് വിലയിരുത്തുന്നത്. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിലോ എപ്പോഴോ നടന്ന ചിമ്പൻസിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രത്യേകതരം വൈറസ് അത് വലിയ രീതിയിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒന്നായിട്ട് തെളിയുന്നു. അതിനു മുമ്പും പലപ്പോഴും ഇൻഫെക്ഷൻ നടന്നിട്ടുണ്ട്. മറ്റ് പല വെറൈറ്റീസ് HIV 1, HIV 2 എന്നുള്ള വിവിധ തരം വൈറസുകളുണ്ട്. അത്തരം വിവിധ തരം വൈറസുകൾ പലപ്പോഴുമായിട്ട് മനുഷ്യരെ ബാധിച്ചിരുന്നു. പക്ഷെ അതൊരു വലിയ ഇൻഫെക്ഷനായിട്ട് പടർന്നു പിടിച്ചില്ല. പക്ഷെ HIV 1M ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വൈറസിന്റെ ഇൻഫെക്ഷൻ വലിയ രീതിയിൽ പടരുന്ന ഒരു രോഗമായിട്ട് മാറുന്നു. എന്നിരുന്നാലും അതൊരു എപ്പിഡമിക് ആവുന്നില്ല. ആ ഒരു ചെറിയ സമൂഹത്തിൽ ഒതുങ്ങി നിന്ന് കോങ്കോ റിവർ എന്ന് പറയുന്ന ഒരു വലിയ നദീതടത്തിന്റെ ഒരു ബ്രാഞ്ചായിട്ടുള്ള സാങ്കാർ റിവറിലൂടെ, അതൊരു അക്കാലത്തിൽ സാങ്കാർ റിവറിന്റെ തടം എന്ന് പറയുന്നത് വലിയൊരു വ്യാപാര മേഖലയായിരുന്നു ആഫ്രിക്കയിൽ. പല ഗ്രാമങ്ങളെയും ചെറിയ നഗരങ്ങളെയും ഒക്കെ യോജിപ്പിക്കുന്ന ഒരു വാണിജ്യ കോറിഡോർ ആയിരുന്നു. അപ്പോൾ ആ സാങ്കാർ റിവർ വാണിജ്യ കോറിഡോറിലൂടെ ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ മെല്ലെ ലിയോപോൾഡ് വില്ലി എന്നറിയപ്പെടുന്ന അന്ന് ബെൽജിയം കോങ്കോയുടെ തലസ്ഥാനത്ത് എത്തുകയും അവിടെ വലിയൊരു എക്കണോമിക് ക്ലോഡൻ എന്ന് പറയുന്ന ഒരു എക്കണോമിക് പവർ ഹൗസ് ആയിരുന്ന ലിയോപോൾഡ് വില്ലിയിൽ ഇതിന് പടർന്ന് പന്തലിക്കാനുള്ള വളരെ അധികരിച്ച സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ വൈറസ് അവിടുത്തെ ജനവിഭാഗങ്ങളിൽ ഇത് പടരാൻ തുടങ്ങുന്നു. അപ്പൊ അവിടെ പണിയെടുക്കാൻ വന്നിട്ടുള്ള
ഖനനം ചെയ്യാനുള്ള തൊഴിലാളികൾ, റബ്ബർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, അതോടൊപ്പം ചില ലൈംഗിക തൊഴിലാളികൾ, ഇങ്ങനെയുള്ള ഒരു ജനസമൂഹമായിരുന്നു ലിയോപോൾഡ് വില്ലിയിൽ അന്നുണ്ടായിരുന്നത്. അവരിലൂടെ ഇത് പടർന്ന് ആഫ്രിക്കയിലെ പല പ്രദേശങ്ങളിലും, ആദ്യം അത് ബെൽജിയം കോങ്കോയിലും പിന്നീട് അത് സൗത്ത് ആഫ്രിക്ക മുതലായ രാജ്യങ്ങളിലേക്ക് പടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ തുടക്കം 1920-ലാണ്. കൊളോണിയലിസം 1962 അവസാനിക്കുകയും കോങ്കോയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യുന്നു. ലിയോപോൾഡ് വില്ലി കിൻസാസ എന്ന നാമത്തിൽ പിന്നീട് അറിയപ്പെടുന്നു. പക്ഷേ ഈ ഒരു കൊളോണിയൽ വ്യവസ്ഥയിൽ നിന്ന് സ്വതന്ത്ര വ്യവസ്ഥയിലേക്ക് വന്ന വലിയ മാറ്റത്തില് പല പാരമ്പര്യമായിട്ടുള്ള ഗോത്രവർഗ സംസ്കാരത്തിന്റെയും അധപ്പതനം സംഭവിക്കുകയും പുതിയ ഒരു മോഡേണൈസ്ഡ് വെസ്റ്റേണൈസ്ഡ് കൾച്ചർ വന്നതിന്റെ ഭാഗമായതുകൊണ്ടും ലൈംഗിക തൊഴിൽ എന്ന് പറയുന്ന ഒരു കാര്യം അത് വ്യാപകമാകുന്നു. അവരുടെ ഒരു പെരുമാറ്റത്തിലും മാറ്റം വരുന്നു. ഇതിനു മുമ്പ് 1-2 ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ലൈംഗിക തൊഴിലാളികൾ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് 10-15 പേരുമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്നതായിട്ട് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നു. HIV എയ്ഡ്സ് പടരുന്നതിന് അതും പ്രധാനപ്പെട്ട ഒരു കാരണമാകുന്നു. അങ്ങനെ 1980-കളിലാണ് HIV എയ്ഡ്സ് ആദ്യമായിട്ട് നമ്മളൊരു രോഗമായിട്ട് തിരിച്ചറിയുകയും 1985 അതിനെ ഒരു എപ്പിഡമിക് ആയിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്യപ്പെടുന്നു. പിന്നീടാണ് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഉള്ള 85 മില്യൺ ആൾക്കാർക്ക് പകരുന്ന, എല്ലാ രാജ്യത്തിലും ചെന്നെത്തുന്ന വലിയൊരു മഹാരോഗമായിട്ട് എയ്ഡ്സ് വളരുന്നത്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലെയും യുവാക്കളായിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഇത് ബാധിച്ച് പലയിടത്തും പല രാജ്യങ്ങളിലും അവരുടെ ഒരു സിഗ്നിഫിക്കന്റ് യങ് പോപ്പുലേഷൻ ഇതിന് വിധേയരായിട്ട് മരണപ്പെടുന്ന ഒരു സ്ഥിതി 80-കളുടെ അവസാനവും 90-കളുടെ ആദ്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ബോട്സ്വാന എന്ന രാജ്യത്തിൽ ഏതാണ്ട് 40% ആൾക്കാർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ഭൂരിപക്ഷം പേരും മരണപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ചില രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രായം കൂടിയ ആൾക്കാരെയും പിന്നെ കുട്ടികളായിട്ടുള്ള പ്രായം കുറഞ്ഞ ആൾക്കാരെ മാത്രം അവശേഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എയ്ഡ്സ് കൊണ്ടെത്തിക്കും. മറ്റ് വികസ്വര രാജ്യങ്ങളിലും ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നു. ഇത് വികസിത രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസിലും ഇത് പ്രശ്നമായിട്ട് മാറുന്നു. ഇന്നും പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. ഈ അടുത്ത കാലത്ത് വന്ന ഹോസ്പിറ്റൽ ചേതാവനികൾ പോലെ എയ്ഡ്സ് ഇൻഫെക്ഷൻ യാതൊരു തരത്തിലും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത ആൾക്കാർ മെഡിക്കൽ ഉപകരണങ്ങൾ മൂലമോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മൂലമോ പലപ്പോഴും അവരുടെ ഒരു അറിവുമില്ലാതെ ഈ ഇൻഫെക്ഷന് വിധേയരാകുന്നതായിട്ട് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് എയ്ഡ്സിനെതിരെ ഒരു വാക്സിൻ നിർമ്മിക്കുന്നതിൽ നമ്മൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. എയ്ഡ്സ് എന്നുള്ള റെട്രോ വൈറസിന്റെ ഒരു പ്രത്യേകത, സങ്കീർണത മൂലം നമുക്കൊരു എഫക്റ്റീവായിട്ടുള്ള വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു രോഗബാധ ഉണ്ടായാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ് ഇന്ന് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. HIV റെട്രോ വൈറൽ ട്രീറ്റ്മെന്റ്സ് എന്നുള്ളത് ഇന്ന് സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇത് കുറച്ച് വില കൂടിയ ട്രീറ്റ്മെന്റ് ആണ്. ഇന്നും ഇത് സാമ്പത്തികമായിട്ട് വില കൂടിയ ട്രീറ്റ്മെന്റ് ആണ്. എന്നാൽ പല സഹായങ്ങളിലൂടെയും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്.